ലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടിയെത്തുന്ന വേളാങ്കണ്ണി പള്ളി അത്ഭുതങ്ങളുടെ ഇടമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം തന്ന അനുഗ്രഹം മനുഷ്യ മക്കളിലേക്ക് ചൊരിയുന്ന പുണ്യസ്ഥലം. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വിശ്വാസത്തോടെ മനമുരുകി പ്രാർത്ഥിക്കുന്ന അനേകർ അത്ഭുതങ്ങൾക്ക് സാക്ഷികളായി മാറുന്നു. കടലോര ഗ്രാമമായ വേളാങ്കണ്ണിയിൽ 2004 ഡിസംബർ 26 സംഭവിച്ച ആ വലിയ ദുരന്തത്തെക്കുറിച്ചും വേളാങ്കണ്ണി പള്ളിയെയും അവിടെ ഉണ്ടായിരുന്നവരെയും വേളാങ്കണ്ണി മാതാവ് സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. 2004 ഡിസംബർ 26 പ്രാദേശിക സമയം രാവിലെ 7:58 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിലെ ആഷയുടെ പടിഞ്ഞാറൻ തീരത്ത് 9.2 മുതൽ 9.3 വരെ മാഗ്നിറ്റ്യൂഡ് തീവ്രതയുള്ള ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ശാസ്ത്ര സമൂഹത്തിൽ സുമാത്ര ആൻഡമാൻ ഭൂകമ്പം എന്ന് ഇത് അറിയപ്പെടുന്നു. കടലിനടിയിലെ ഈ മെഗാത്രസ്റ്റ് ഭൂകമ്പം ബർമ പ്ലേറ്റിനും ഇന്ത്യൻ പ്ലേറ്റിനും ഇടയിലുള്ള വിള്ളൽ മൂലമാണ് ഉണ്ടായത്. ബോക്സിംഗ് ഡേ സുനാമി അല്ലെങ്കിൽ ഏഷ്യൻ സുനാമി എന്നറിയപ്പെടുന്ന 30 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു വന്ന ഒരു വലിയ സുനാമിയായിരുന്നു അന്ന് ഉൾക്കടലിൽ രൂപപ്പെട്ടത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ചുറ്റുമുള്ള തീരപ്രദേശങ്ങളെ പൂർണ്ണമായും തകർത്തു. ഇന്തോനേഷ്യയിലും ആഷയിലും ഇന്ത്യയിലെ തമിഴ്നാട്, തായ്ലൻഡിലെ ഖാവോലാഖ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലും തിരമാലകൾ അക്രമാസക്തമായി. 14 രാജ്യങ്ങളിലായി ഏകദേശം 2,27,898 പേർ കൊല്ലപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ ഭയാനകമായ പ്രകൃതി ദുരന്തമാണിത്. അതിതീവ്രത രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന്. 2004 ഡിസംബർ 26 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് രാവിലെ ഏകദേശം 8:50 ആയപ്പോൾ വേളാങ്കണ്ണിയിലെ പ്രധാന ബസിലിക്ക പള്ളിയിൽ മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയ നിരവധി മലയാളികൾ അടക്കം ഏകദേശം 2000-ഓളം പേർ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് ബസിലിക്ക പള്ളിയിൽ ഉണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിലെല്ലാം പക്ഷികളുടെ കൂട്ടക്കരച്ചിലുകൾ എങ്ങും കേൾക്കാം. ഈ സമയം വേളാങ്കണ്ണി കടൽ തീരത്ത് നിന്നവർ ഒരു ഭയാനകമായ കാഴ്ച കണ്ടു. ദൂരെ മൈലുകൾക്കപ്പുറം എവിടെ നിന്നോ വളരെ ഉയരത്തിൽ എന്തോ ഒന്നൊരു ഭിത്തി പോലെ നീങ്ങി വരുന്നു. ഈ സമയം കുറച്ച് ആൺകുട്ടികൾ കുറച്ച് മാറി കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ കടലിലേക്ക് നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും അവിടേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. വെള്ളം ഇരുണ്ടു, തിരമാലകൾ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അതോടൊപ്പം തിരമാലകളിൽപ്പെട്ട് ബോട്ടുകൾ ആടിയുലയുന്നത് അവർ കണ്ടു. തുടർന്ന് ഇരുണ്ട വെള്ളത്തിൻ്റെ ശക്തി കൂടിക്കൂടി കരയിലേക്ക് കയറി വരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു. ചുറ്റുമുള്ള എല്ലാവരും പരിഭ്രാന്തരായി നാലുപാടും ഓടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ബോട്ടുകളെക്കുറിച്ചോ വീടുകളെക്കുറിച്ചോ മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാവരും കഴിയുന്നത്ര വേഗത്തിൽ ഉയർന്ന സ്ഥലത്തേക്ക് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. വേളാങ്കണ്ണി പള്ളിയുടെ കടൽ തീരവും പള്ളിയുടെ പരിസരങ്ങളും കൂട്ട നിലവിളി കൊണ്ട് നിറഞ്ഞു. അതിശക്തമായ തിരമാലകൾ ആർത്തിരമ്പി കരയിലേക്ക് പാഞ്ഞു കയറി. വർഷങ്ങളായി വേളാങ്കണ്ണി കടപ്പുറത്തും പരിസരങ്ങളിലും കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരും കടകളും സുനാമി തിരമാലകൾ നിമിഷനേരം കൊണ്ട് കവർന്നെടുത്തു. ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന കുറേയധികം ആളുകൾ. എങ്ങും ഭയാനകമായ അന്തരീക്ഷം. വേളാങ്കണ്ണിയിലെ പ്രധാന ബസിലിക്ക ദേവാലയത്തിൻ്റെ കവാടത്തിലും ചുറ്റും 12 മീറ്ററോളം ഉയരമുള്ള വലിയ സുനാമി തിരമാലകൾ നിറഞ്ഞു നിന്നു. കടൽ തീരത്ത് നിന്ന് 100 മീറ്റർ അകലെ ചുറ്റുമുള്ള മറ്റ് കെട്ടിടങ്ങളുടെ അതേ നിരപ്പിലാണ് വേളാങ്കണ്ണിയിലെ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. കടപ്പുറത്തു നിന്നും 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പാഞ്ഞെത്തിയ സുനാമി തിരകൾ ബസിലിക്കയുടെ മുന്നിലും പിന്നിലുമുള്ള എല്ലാ കെട്ടിടങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. കടൽ വെള്ളത്തിൻ്റെ കുത്തൊഴുകിൽ ബസിലിക്കയ്ക്ക് ചുറ്റുമുള്ള എല്ലാ കടകളും കെട്ടിടങ്ങളും പൂർണ്ണമായി നശിച്ചു. ബസിലിക്കയ്ക്ക് പുറത്തുണ്ടായിരുന്ന 1000-ലധികം ആളുകൾ ദുരന്തത്തിൽ മരിച്ചു. അതേസമയം കുർബാനയിൽ പങ്കെടുക്കുന്ന 2000-ലധികം ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അമാനുഷിക അത്ഭുത ഇടപെടൽ അവിടെ സംഭവിച്ചു. പാഞ്ഞെത്തിയ കൂറ്റൻ തിരമാലകൾ വേളാങ്കണ്ണി പള്ളിയുടെ നടയിലെത്തിയപ്പോഴേക്കും ഒരു സംരക്ഷണ കോട്ട പോലെയായി ഉയർന്നു മാറി.
പള്ളിയുടെ അകത്തേക്ക് ഒരു തുള്ളി വെള്ളം കിടക്കാതെ പള്ളിയുടെ 4 കോണിലേക്കും തിരിഞ്ഞ് 12 മീറ്ററോളം ഉയരത്തിൽ കടന്നുപോയി. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപവും പരിശുദ്ധ അൾത്താരയും പള്ളിയിലുണ്ടായിരുന്ന 2000-ഓളം വിശ്വാസികളും ദൈവിക ശക്തിയാൽ സംരക്ഷിക്കപ്പെട്ടു. കടൽ തീരത്ത് നിന്ന് 500 മീറ്റർ അകലെ ദേവാലയത്തിന് പിന്നിലുള്ള വേളാങ്കണ്ണി ബസ് ഡിപ്പോ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ബസിലിക്കയ്ക്ക് ചുറ്റുമുള്ള വീടുകളും ഹോട്ടലുകളും കടകളുമെല്ലാം ഒന്നും അവശേഷിക്കാതെ 12 മീറ്റർ ഉയരമുള്ള തിരമാലയിൽ പൂർണ്ണമായി നശിച്ചു. സുനാമിയുടെ ആഘാതം വളരെ വിനാശകരമായിരുന്നു. വെള്ളപ്പൊക്കം സംഭവിച്ച പ്രാദേശിക തീരദേശ ഭൂപ്രകൃതി പൂർണ്ണമായും മാറി. വേളാങ്കണ്ണി തീരത്തിൻ്റെ 500 മീറ്ററിനുള്ളിൽ ഏറ്റവും കൂടുതൽ ജീവഹാനിയും നാശവും സംഭവിച്ചു. ദുരന്തം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും സ്വത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായ നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ജില്ലകളിലൊന്നായിരുന്നു നാഗപട്ടണം. അവിടെ മിനിറ്റുകൾക്കുള്ളിലാണ് അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സുനാമിയിൽ 10,749 പേർ മരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. അവരിൽ ഏകദേശം 7,000 പേർ തമിഴ്നാട് സംസ്ഥാനത്താണ് മരിച്ചത്. 2005 ജനുവരി 27 പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഞങ്ങളൊരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചതായി ബിഷപ്പ് ദേവദാസ് അംബ്രോസ് അസന്ദിഗ്ധമായി പറഞ്ഞു. 100 മീറ്റർ അകലെയുള്ള ദേവാലയ കവാടങ്ങൾക്ക് മുന്നിൽ ആ തിരമാല നിന്നത് അവിശ്വസനീയമായ ഒരു അത്ഭുതമാണെന്നും ദേവാലയത്തെയും അതിനുള്ളിലെ ആളുകളെയും സംരക്ഷിച്ച ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തിയായിരുന്നു അത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേളാങ്കണ്ണി ദേവാലയത്തിൻ്റെ ഈ അത്ഭുതകരമായ രക്ഷ പുറപ്പാട് പുസ്തകത്തിൻ്റെ വചനഭാഗം 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ നന്നായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അതിൽ വലതുവശത്തും ഇടതുവശത്തും 2 മതിലുകൾ, വെള്ളത്തിനിടയിലൂടെ ചെങ്കടൽ കടന്ന ഇസ്രായേലികളുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ദുരന്തം പ്രകൃതിയുടെ ശക്തിയുടെയും മനുഷ്യരാശിയുടെയും പ്രതിരോധശേഷിയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലായി ഇന്നും തുടരുന്നു.